കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ അഡീഷൻ ചെയ്യേണ്ടതെന്നുള്ളത് ചെക്ക് ചെയ്തു. അപ്പോൾ അന്നേരം നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മെമ്പർ ഫംഗ്ഷൻ്റെ ഹെൽപ്പോട് കൂടെയാണ് ആ ഒരു കാൽക്കുലേഷൻ പെർഫോം ചെയ്തത്. അന്നേരം നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ C3 = C1 + C2 എന്നും പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ബൈ ഡിഫോൾട്ട് C++ അത് എററായിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആകപ്പാടെ പ്ലസ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത് 2 ഡിജിറ്റ്സ് തമ്മിൽ, അതായത് ഇൻറ്റീജേഴ്സ്, ഫ്ലോട്ട്, ഡബിൾ അങ്ങനെയുള്ള നമ്പർ ന്യൂമറിക് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസാണ് പ്ലസ് ഓപ്പറേറ്റർ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാം. ഇത് ഒറ്റ സ്ട്രെച്ചിൽ മനസ്സിലാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഓവർ ടൈം നമുക്കത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഗ്രാം അത് തന്നെ ഞാനിവിടെ എടുത്തേക്കാണ്. ആ കോഡ് അതേപോലെ എടുത്തേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് പിന്നെയും എഴുതി ടൈം കളയേണ്ടി വരും. ഇതിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിനി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യിപ്പിക്കണം. നേരത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ കാൽക്കുലേഷൻ കണ്ടുപിടിച്ചത്. അതായത് C3 = C3 ആഡ് എന്ന് പറയുന്ന ആ ഒരു മെമ്പർ ഫംഗ്ഷൻ്റെ അകത്ത് കോംപ്ലക്സ് നമ്പർ 1ഉം 2ഉം നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. ആ ആഡ് ഫംഗ്ഷൻ നമുക്ക് റിസൾട്ട് ക്യാരി ചെയ്യുന്ന ആ ഒരു കോംപ്ലക്സ് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. എന്നിട്ട് നമ്മൾ C3 പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഇങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ C3 = C1 + C2 എന്നുള്ള രീതി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ചെക്ക് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ ഞാൻ ഈ C3 = C3 ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെമ്പർ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുള്ളത് അത് ഞാൻ കമൻറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം നമുക്ക് ഇനി അത് ആവശ്യമില്ല, നമ്മൾ അല്ലാതെയാണ് ചെയ്യാൻ പോണത്. എന്നിട്ട് അത് കഴിഞ്ഞ് അടുത്ത ലൈനിൽ ഞാൻ C3 = C1 + C2 എന്നും പറഞ്ഞിട്ട് എഴുതി. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കോംപ്ലക്സ് ക്ലാസ്സിൻ്റെ അകത്ത് ഓപ്പറേറ്റർ ഓവർലോഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് കോഡ് ജസ്റ്റ് ഒന്ന് എഴുതി പോവാം. ഇവിടെ അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്താണോ അതാണ് നമ്മൾ സാധാരണ ഫങ്ഷൻസിലൊക്കെ മെൻഷൻ ചെയ്യണ പോലെ മെൻഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ C3 = C1 + C2 ആണ്. അതായത് C1ഉം C2ഉം ആഡ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഒബ്ജക്റ്റ് ആയിരിക്കും കിട്ടുക. ആ കോംപ്ലക്സ് ഒബ്ജക്റ്റാണ് C3യിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോംപ്ലക്സിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് റിട്ടേൺ ചെയ്യണമെന്ന് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ കോംപ്ലക്സ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. റിട്ടേൺ ടൈപ്പ് അതാണ്. എന്നിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിന് ഒരു കീവേഡ് ഉണ്ട്, അതായത് ഓപ്പറേറ്റർ എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുക്കുക. എന്നിട്ട് ഓവർലോഡ് ചെയ്യേണ്ട ആ ഒരു ഓപ്പറേറ്റർ ഏതാണോ അത് മെൻഷൻ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ അഡീഷൻ്റെ ഓപ്പറേറ്ററാണ് ഓവർലോഡ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഞാൻ പ്ലസ് കൊടുത്തു. ഇനിയിപ്പോൾ സബ്സ്ട്രാക്ഷനാണ് ചെയ്യണമെങ്കിൽ മൈനസ് കൊടുക്കുകയും അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ യൂസ് ചെയ്യാം. അങ്ങനെ അപ്പോൾ പ്ലസ് ഓപ്പറേറ്റർ കൊടുത്ത് എന്നിട്ട് നമ്മൾ ഒരു പാരാമീറ്റർ പാസ് ചെയ്യണം. ഈ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ പറയാം. നമുക്കിപ്പോൾ തൽക്കാലം ആ ഒരു ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ പാരാമീറ്റർ കോംപ്ലക്സ് C എന്നും പറഞ്ഞിട്ട് ഞാനൊരു പാരാമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തു. ഇനി ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി, അതായത് ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ആഡിൻ്റെ ആ ഒരു മെമ്പർ ഫംഗ്ഷൻ എഴുതിയപ്പോൾ C1ഉം C2ഉം പാസ് ചെയ്തു. പക്ഷേ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ അപ്രോച്ചിൽ നമ്മൾ C മാത്രമേ പാസ് ചെയ്യണുള്ളൂ. ആകപ്പാടെ ഒരു കോംപ്ലക്സ് ഒബ്ജക്റ്റ് മാത്രമേ നമ്മൾ പാസ് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ട്? അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് വന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ C3 = C1 + C2 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യാം. എന്താണ് ഇവിടെ സംഭവിക്കണേ? അതായത് C1 + C2 എന്ന് പറയുമ്പോൾ
എന്താണ് ഇവിടെ ആക്ച്വലി നടക്കണേ എന്നുള്ളത് നമുക്കൊന്ന് കുറച്ച് ഡീപ്പായിട്ട് നോക്കാം. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ C1 പ്ലസ് C2 എന്ന് പറയുമ്പോൾ C1ൻ്റെ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും ട്രിഗർ ആവുക. ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ C1 പകരം C2 ആയിരുന്നു. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ C1 ആണെങ്കിൽ C2ൻ്റെ ഒബ്ജക്റ്റിൽ നിന്ന് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ഫംഗ്ഷൻ റെഫറൻസ് ചെയ്ത് വിളിക്കും. ഇത് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാനിത് പഴയതുപോലെ ആക്കിയാണ്. അപ്പോൾ ഇത്ര ഓർത്തത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഒബ്ജക്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നില്ലേ, ഈ ഒരു ഒബ്ജക്റ്റാണ് നമ്മളുടെ പാരാമീറ്റർ. അതായത് ഈ ഒരു കോംപ്ലക്സ് C എന്നും പറഞ്ഞിട്ട് നമ്മൾ പാരാമീറ്റർ കൊടുത്തിട്ടില്ലേ, അതിന് പകരം നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് C2 ആണ്. അതായത് ഒരു ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മൾ ഇങ്ങനെ ആയിരിക്കും എഴുതുക. അതായത് C1 ഡോട്ട് ആഡ് C2 ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ വോക്കലി പറയുമ്പോൾ ഈ ഒരു അർത്ഥമാണ് വരിക. അതായത് C1 എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇത് വെച്ചിട്ട്, റെഫറൻസ് വെച്ചിട്ട് നമ്മൾ പ്ലസ് ഓപ്പറേറ്റർ കോൾ ചെയ്യുന്നു. പ്ലസ് ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്ത ഫംഗ്ഷനിലേക്ക് ഒരു കോൾ പോകുന്നു. ആ ഒരു കോൾ പോകുന്ന ഫംഗ്ഷനിൽ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നത് C2 എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അങ്ങനെയാണ് ഇത് വരുന്നത്. വേണമെങ്കിൽ നമുക്കിത് ഒന്നുകൂടിയും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ഫംഗ്ഷൻ്റെ അകത്തേക്ക് കയറാം. ഫംഗ്ഷൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഏറെക്കുറെ നമ്മളുടെ ആഡ് ഫംഗ്ഷൻ പോലെ തന്നെ സിമിലർ ആണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ ഇതിൻ്റെ അകത്തൊരു കോംപ്ലക്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക നമ്മളുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട്. അതിന് ഞാനിവിടെ കോംപ്ലക്സ് TMP എന്നും പറഞ്ഞിട്ടൊരു ടെമ്പററി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ സാധാ ആഡ് ഫംഗ്ഷനിൽ ചെയ്ത പോലെ തന്നെ റിയൽ നമ്പർ തമ്മിൽ അഡീഷൻ ചെയ്യണം. അപ്പോൾ അഡീഷൻ ചെയ്യാനായിട്ട് TMP റിയൽ എന്നും പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഡാറ്റ മെമ്പറിനെ ആക്സസ് ചെയ്ത്, എന്നിട്ട് ഈക്വൽ ടു നമ്മൾ ജസ്റ്റ് റിയൽ എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക, പ്ലസ് C ഡോട്ട് റിയൽ എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെമിക്കോളൻ ചെയ്യുക. ഇങ്ങനെ നമ്മൾ റിയൽ നമ്പറിൻ്റെ കാൽക്കുലേഷൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ റിയൽ ഏതാണെന്നുള്ളത്. ഈ റിയൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു C3 ഈക്വൽ ടു C1 പ്ലസ് C2ൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ C1ൻ്റെ റിയൽ നമ്പറാണ് ഈ വെറുതെ റിയൽ എന്നും കൊണ്ട് നമ്മൾ റെഫറൻസ് ചെയ്യേണ്ടത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ല, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഒബ്ജക്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും ആ ഒരു ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ഫംഗ്ഷൻ കോൾ ആവുന്നത്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ റിയൽ എന്ന് പറഞ്ഞാൽ C1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ഒബ്ജക്റ്റിൻ്റെ റിയൽ നമ്പറാണ് ഉദ്ദേശിക്കണേ. അതേപോലെ C ഡോട്ട് റിയൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു എന്താ പറയുക C2ൻ്റെ കോംപ്ലക്സ് നമ്പർ ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള റിയൽ നമ്പറാണ് നമ്മളിവിടെ C ഡോട്ട് റിയൽ വെച്ചിട്ട് റെഫറൻസ് ചെയ്ത് എടുക്കുന്നത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇമാജിനറി നമ്പറിൻ്റെ ഇതേപോലെ അഡീഷൻ ചെയ്യണം. അതിന് TMP ഡോട്ട് IMG ഈക്വൽ ടു IMG പ്ലസ് C ഡോട്ട് IMG. അങ്ങനെ നമ്മൾ ഇമാജിനറി നമ്പറിൻ്റെയും അഡീഷൻ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പുതിയ നമ്മളുടെ കോംപ്ലക്സ് ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യണം. അതായത് ഈ ഒരു റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യണം. അതിന് റിട്ടേൺ ടൈപ്പ് ചെയ്യുക, സ്പേസ് TMP, എന്നിട്ട് സെമിക്കോളൻ. ഇതോടെ നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞ്. ഇനി നമുക്ക് നേരെ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്താൽ മതി. നമുക്കപ്പോൾ റൺ ചെയ്ത് നോക്കാം. എന്നിട്ടിത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലനേഷൻ തരാം. ഇവിടെ ആസ് യൂഷ്വൽ നമ്മളുടെ ആ ഒരു ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10 കൊടുത്തു. ഇമാജിനറി നമ്പർ 4 ഞാൻ കൊടുത്തു. ഇനി അടുത്തത് സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഫസ്റ്റ് എന്താ ചോദിച്ചാണ്, റിയൽ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 6 കൊടുത്തു. ഇമാജിനറി നമ്പർ ഞാനൊരു 2ഉം കൊടുത്തു. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ ആദ്യം നമ്മളുടെ ആ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. C1ഉം C2ഉം പ്രിൻ്റ് ചെയ്തു.
അത് കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രിൻ്റ് ചെയ്തു വന്നു. അതായത് നമ്മളുടെ C3 എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഒബ്ജക്റ്റ്, അതിലാണ് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതായത് C3 = C1 + C2 വെച്ചിട്ട് C3യിൽ റിസൾട്ട് സ്റ്റോർ ചെയ്തു, എന്നിട്ട് നമ്മളത് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഇത് ഇനി വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടിയും കണ്ടോളൂ. അപ്പോൾ ആദ്യം ഞാനിവിടെ എന്താണ് നമ്മളുടെ പ്രശ്നം എന്നുള്ളത് പറയാം. അതായത് ബൈ ഡിഫാൾട്ട് C++ൻ്റെ ആ ഒരു ലോജിക്കിൽ നമുക്ക് C3 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തും വെച്ചിട്ട് C3 = C1 + C2 എന്നും പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറ്റില്ല. കാരണം പ്ലസ് ഓപ്പറേറ്റർ എപ്പോഴും ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിൾ തുടങ്ങിയിട്ടുള്ള വാല്യൂസ് മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. രണ്ട് ക്ലാസ് ഒബ്ജക്ട്സ് തമ്മിൽ ആഡ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ജസ്റ്റ് ആദ്യം തന്നെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് കണ്ടീഷൻ എഴുതുകയാണ്. കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്. C3 = C1 + C2 എന്നും പറഞ്ഞിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ നമ്മൾ കോംപ്ലക്സിൻ്റെ ക്ലാസ്സിൻ്റെ അകത്താണ് അത് ചെയ്യേണ്ടത്. അതിൻ്റെ ആ ഒരു ഓപ്പറേറ്റർ ഓവർലോഡിങ് ഫംഗ്ഷനാണ് ഈ കാണുന്നത്. ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സാധാരണ ഫംഗ്ഷൻ എഴുതണ പോലെ തന്നെ റിട്ടേൺ ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്താണോ അത് മെൻഷൻ ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമ്മൾ C1 + C2 ചെയ്താൽ ആഡ് ചെയ്ത് വരുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള കോംപ്ലക്സ് ഒബ്ജക്റ്റ്, അതായത് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്, C3യിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ കോംപ്ലക്സ് എന്ന് ടൈപ്പ് ചെയ്തു, സ്പേസ് ചെയ്തു, എന്നിട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തു. ഓപ്പറേറ്റർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് കൊടുത്തിട്ട് നമുക്ക് ഓവർലോഡ് ചെയ്യേണ്ട ഓപ്പറേറ്റർ ഏതാണോ അത് സ്പെസിഫൈ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനായതുകൊണ്ട് അഡീഷൻ്റെ ആ ഒരു ഓപ്പറേറ്ററാണ് ഓവർലോഡ് ചെയ്യാൻ നമുക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് പ്ലസ് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മളുടെ പാരാമീറ്റർ പാസ് ചെയ്യണം. ഒരു പാരാമീറ്റർ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഒരു പാരാമീറ്റർ പാസ് ചെയ്താൽ മതി. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം, കൺഫ്യൂസ് ചെയ്യാനുള്ള. ജസ്റ്റ് ഇപ്പോൾ ഇത്ര ഓർത്താൽ മതി. രണ്ട് നമ്പേഴ്സ് തമ്മിലാണ് ആഡ് ചെയ്യണമെങ്കിൽ ഒരു പാരാമീറ്റർ പാസ് ചെയ്താൽ മതി, ഓപ്പറേറ്റർ ഓവർലോഡിങ് ആണെങ്കിൽ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാരാമീറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പറാണ് പാസ് ചെയ്യണേ. അതുകൊണ്ട് കോംപ്ലക്സ് സ്പേസ് C എന്നും പറഞ്ഞിട്ട് ഒരു പാരാമീറ്റർ ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്ത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫംഗ്ഷൻ്റെ അകത്ത് കയറാം. ഫംഗ്ഷൻ്റെ അകത്ത് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഞാനിവിടെ TMP എന്നും പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്, എന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. C1ഉം C2യിലെയും റിയൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അതിന് ഞാൻ TMP.real = real + C.real എന്നും പറഞ്ഞിട്ട് ഒരു സിൻടാക്സ് ഞാൻ എഴുതി കൊടുത്തു. ഇത് നമ്മളുടെ ആഡ് ഫംഗ്ഷൻ്റെ സിൻടാക്സിനേൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ആഡ് ഫംഗ്ഷൻ്റെ സിൻടാക്സിൽ നമ്മൾ C1.real + C2.real എന്നും പറഞ്ഞിട്ടാണ് റിയൽ നമ്പർ ആഡ് ചെയ്യാൻ യൂസ് ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മൾ ഡയറക്റ്റ് റിയൽ നമ്പർ കോൾ ചെയ്തിട്ട് C.real എന്നും പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് മെയിൻ ഫംഗ്ഷനിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തിരിച്ചു വരണം. അതായത് C3 = C1 + C2 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തിരിച്ചെത്തി. ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണോ അതിനെ റെഫറൻസ് ചെയ്തായിരിക്കും ഫംഗ്ഷൻ കോൾ ചെയ്യുക, അതായത് ഈ പ്ലസ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ C1 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ C1ൻ്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു പ്ലസ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുക. അതുകൊണ്ട് ഈ റിയൽ എന്നും പറഞ്ഞിട്ട് നമ്മളിവിടെ വെറുതെ ഡിഫൈൻ ചെയ്തിട്ടുള്ള റിയൽ എന്ന് പറഞ്ഞാൽ C1ൻ്റെ റിയൽ ആണ് അത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ഫംഗ്ഷനിൽ ഒരു പാരാമീറ്റർ സ്പെസിഫൈ ചെയ്തു. ഈ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് അത് പാരാമീറ്റർ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ C2 എന്ന് പറഞ്ഞാൽ
ഓപ്പറേറ്റർ ഓവർലോഡിങ് ഫംഗ്ഷനിൽ പാസ് ചെയ്ത് വരുമ്പോൾ C2 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യണേ. അതുകൊണ്ട് C2ൻ്റെ റിയൽ നമ്പർ കിട്ടാനായിട്ട് C.real എന്ന് എഴുതി C1ൻ്റെ നമുക്ക് റിയൽ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് റിയൽ എന്നും പറഞ്ഞിട്ട് എഴുതി. കാരണം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ C1 ആണ്. അതുകൊണ്ട് റിയൽ എന്ന് നമ്മൾ ഡയറക്റ്റ് കോൾ ചെയ്യുകയാണെങ്കിൽ C1ൻ്റെ റിയൽ നമ്പർ കിട്ടും. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായാൽ ഇമാജിനറി നമ്പർ നമ്മൾ ആഡ് ചെയ്തതിൻ്റെ ലോജിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെ C1ൻ്റെ ഇമാജിനറി നമ്പർ കിട്ടാൻ img വേരിയബിൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. കാരണം C1ൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ഫംഗ്ഷൻ ട്രിഗർ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് C2ൻ്റെ ഇമാജിനറി നമ്പർ കിട്ടണമെങ്കിൽ C2 ഇവിടെ C ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് C.img എന്നും പറഞ്ഞിട്ട് കോൾ ചെയ്യുകയാണെങ്കിൽ C2ൻ്റെ imgനെ നമുക്ക് കിട്ടും. അതായത് C2ൻ്റെ ഇമാജിനറി നമ്പറിനെ കിട്ടും. ഇത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്ത് എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു കോംപ്ലക്സ് ഒബ്ജക്റ്റ്, അതായത് ഫൈനൽ നമ്മളുടെ ആഡ് ചെയ്ത് വരുന്ന കോംപ്ലക്സ് നമ്പർ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ചെയ്യുന്ന ആ ഒരു റിസൾട്ടിനെ C3 എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് C3 പ്രിന്റ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ഐഡിയ കിട്ടും. ഇവിടെ ഇപ്പം ഞാൻ പ്ലസിൻ്റെ ഓപ്പറേഷനാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനസിൻ്റെ ഒന്ന് സെൽഫ് ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് ഒന്ന് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഇത് വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൽ. അതായത് യൂണറി ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇതേപോലെ ഓവർലോഡ് ചെയ്യാൻ പറ്റും. ബൈനറി ഓപ്പറേറ്റേഴ്സ്, ഈ പ്ലസ് മൈനസ് ഒക്കെ അത് ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ്. അതും നമുക്ക് ഇതേപോലെ ഓവർലോഡിങ് ചെയ്യാൻ പറ്റും. ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതി. നമുക്ക് എല്ലാ ഓപ്പറേറ്റേഴ്സും നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ഓപ്പറേറ്റർ, പിന്നെ അതേപോലെ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, നമ്മളുടെ മെമ്പർ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെമ്പർ ഒബ്ജക്ട്സ് അതൊക്കെ ആക്സസ് ചെയ്യുന്ന ഡോട്ട് ഓപ്പറേറ്റർ, സ്റ്റാർ, പോയിൻ്ററിൻ്റെ സ്റ്റാർ ഓപ്പറേറ്റർ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കേണ്ടത് നല്ലതായിരിക്കും. കാരണം വൈവയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ പോലെ ഗീക്സ് ഫോർ ഗീക്സ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്താൽ മതി. ഇതിലെ എല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ല. അതായത് ഓവർലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 4-5 ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാനുള്ളത് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റാത്ത ഓപ്പറേറ്റേഴ്സ് ഏതാണെന്നും അറിഞ്ഞിരിക്കണം. അതും കൂടെ നോക്കുവാണെങ്കിൽ വൈവയ്ക്ക് ഈ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. അതോടെ ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് ഒരുവിധം കാര്യങ്ങൾ സെറ്റായി. പിന്നെ ഓപ്പറേറ്റർ ഓവർലോഡിങ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എടുക്കാതെ വെച്ചാണ് ഒരു കാര്യമുണ്ട്. അതായത് ഓപ്പറേറ്റർ ഓവർലോഡിങ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. അത് സെയിം നമുക്ക് ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ചെറിയ ഡിഫറൻസ് ഉള്ളൂ, പക്ഷേ ലോജിക്ക് ഏകദേശം സെയിം തന്നെയാണ്. അത് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം.